കഥ സഖി ഭാഗം 21. ജോ, നിനക്കെന്താ ഭ്രാന്തായോ? എന്തൊക്കെ നീ പറഞ്ഞതും പ്രവർത്തിച്ചതും എന്ന് വല്ല ചിന്തയുമുണ്ടോ? മുറിക്കകത്ത് കയറി വാതിലടച്ചു തിരിഞ്ഞവൻ്റെ നേരെ നിന്നും കൊണ്ടവൾ ചോദിച്ചു. അതെടി, എനിക്ക് ഭ്രാന്താണ്. നിന്നോടുള്ള സ്നേഹവും കരുതലും കൂടിപ്പോയതിൻ്റെ ഭ്രാന്ത്. ദേഷ്യത്തോടെ അവളെ നോക്കി പറഞ്ഞുകൊണ്ടവൻ കട്ടിലിൽ ചെന്നിരുന്നു. ജോ, എന്താടാ, എന്താ നിനക്ക് പറ്റിയത്? എന്തൊക്കെയാണ് നീ കാണിച്ചു കൂട്ടിയത്? എന്താന്ന് കാര്യം പറ. കട്ടിലിൽ ദേഷ്യപ്പെട്ടിരിക്കുന്നവൻ്റെ അരികിൽ ചെന്നിരുന്നവൾ ദയനീയതയോടെ ചോദിച്ചു. എല്ലാം അറിഞ്ഞാൽ മാത്രമേ നീ ഇവിടെ നിറങ്ങൂ? ദേഷ്യത്തോടെ തനിക്കരികിൽ ഇരിക്കുന്നവളെ നോക്കി അവൻ ചോദിച്ചു. ജോ, പെട്ടെന്നുള്ള അവൻ്റെ ഭാവമാറ്റം അവളിൽ പേടിയുളവാക്കി. ജോയുടെ മുഖത്ത് നിറഞ്ഞു നിൽക്കുന്ന ദേഷ്യം കാണെ അവൻ്റെ മുഖത്തേക്ക് നോക്കാൻ പോലും അവൾക്ക് പേടിയായി. ഗായു, ചോദ്യങ്ങൾ ഒന്നും ചോദിക്കാനുള്ള സമയമല്ല ഇപ്പോൾ. പറഞ്ഞത് അനുസരിച്ചാൽ മാത്രം മതി. നിന്റെ ജീവൻ അതല്ലടി ഞങ്ങൾക്ക് വലുത്. അതെന്താ നീ ഓർക്കാത്തത്? അവളുടെ പേടിച്ചരണ്ട മുഖം കണ്ടതും ജോ തൻ്റെ ദേഷ്യം സ്വയം നിയന്ത്രിച്ചു അലിവോടെ അവളോട് പറഞ്ഞു. ജോ, നീ പറയുന്നതൊന്നും എനിക്ക് മനസ്സിലാകുന്നില്ല. എന്താണ് കാര്യമെങ്കിലും തെളിച്ചു പറയാം. നീ അല്ലാത്ത പക്ഷം നീ ഇവിടെ നിന്ന് ഇറങ്ങില്ല എന്നല്ലേ പറഞ്ഞു വന്നത്? ഗായു, നീ എന്തൊക്കെ പറഞ്ഞാലും നിന്നെയും കൊണ്ട് ഈ ജോ ഇവിടെ നിന്ന് പോകൂ. അതല്ല, എല്ലാ കാര്യങ്ങളും അറിഞ്ഞിട്ട് നീ എൻ്റെ കൂടെ വരൂ എന്ന വാശിയിലാണെങ്കിൽ നീ ഇതുവരെ കാണാത്ത ജോയെയാകും കാണുക. പറഞ്ഞില്ല എന്ന് വേണ്ട. തനിക്കരികിൽ ഇരിക്കുന്നവളെ നോക്കി താക്കീതോടെ പറഞ്ഞവൻ. ഞാൻ ഇവിടെ നിന്ന് വരില്ല ജോ. അതിൻ്റെ കാരണം എന്താടി പുല്ലേ? ദേഷ്യത്തോടെ ഇരുന്നിടത്തു നിന്നും എഴുന്നേറ്റ് അവൾക്ക് അഭിമുഖമായി നിന്നുകൊണ്ടവൻ ചോദിച്ചു. അവന് മുന്നിൽ തലകുനിച്ചിരുന്നതല്ലാതെ അവളിൽ നിന്നും മറുപടിയൊന്നും വന്നില്ല. ഗായു, നിന്നോടാ ചോദിച്ചത്. ഷോൾഡറിന് താഴെ ഇരു കൈകളിലും പിടുത്തമിട്ട് അവളെ പിടിച്ചുലച്ചും കൊണ്ടവൻ ചോദ്യം ഒരിക്കൽ കൂടി ആവർത്തിച്ചു ചോദിച്ചതും. ഉണ്ണിയേട്ടനെ വിട്ട് ഇവിടെ നിന്ന് ഒരിടത്തേക്കും വരില്ല ഞാൻ. അവൻ്റെ മുഖത്ത് നോക്കാതെ തലകുനിച്ചും കൊണ്ടവൾ പറഞ്ഞു. ഗായു, നീ അവളിൽ നിന്നും ആ വാക്കുകൾ കേട്ടതും അവളുടെ കൈകളിൽ പിടുത്തമിട്ടവൻ്റെ കൈകൾ താനെ അഴിഞ്ഞു. സത്യമാണ്. ശിരസ് കുനിച്ചും കൊണ്ട് അവളത് പറഞ്ഞതും അവളിൽ നിന്ന് മകന്നു മാറിയവൻ ഒരു ചുവട് പിന്നിലേക്ക് നീങ്ങി. ജോ, ഞാൻ തന്നിൽ നകന്നു മാറിയവനെ കാണെ അവളുടെ ഉള്ളിൽ ഒരു വേദന നിറഞ്ഞു. തൻ്റെ ആ ഒരു വാക്ക് അവനിൽ എത്രമാത്രം നോവുണർത്തിയെന്ന് അവൻ്റെ പ്രവൃത്തിയിൽ നിന്നും അവൾക്ക് മനസ്സിലായി. ജോ, ഞാൻ എന്തോ പറയാനായി അവനിലേക്ക് അവൾ അടുത്തതും ഒരു വാക്ക് എന്നോട്, അതുമല്ലെങ്കിൽ ഒരു സൂചന പോലും. ഞാൻ അത്രയ്ക്ക് അന്യൻ ആയിപ്പോയോ ഗായു നിനക്ക്? നിയലുപോലെ കൂടെ നടന്നിട്ട് ഇത് വേണ്ടായിരുന്നു, അതും എന്നോട്? വേദനയോടെ അവളെ നോക്കി അവൻ പറഞ്ഞു. ജോ, എന്തൊക്കെയാടാ നീ പറയുന്നത്? ഇപ്പോൾ ഞാൻ പറയുന്നതൊന്നും നിനക്ക് മനസ്സിലാവില്ല ഗായു. നിനക്കിപ്പോൾ നിൻ്റേതായ ശരിയുണ്ട്. അതനുസരിച്ച് നീ പ്രവർത്തിക്കൂ, സംസാരിക്കൂ. മനസ്സിലായി, എനിക്കെല്ലാം മനസ്സിലായി. ഞാൻ ഒരു വിഡ്ഢി, കൂടെ നടന്നിട്ട് ഒന്നും അറിയാതെ പോയ ഒരു വിഡ്ഢി. എന്നാലും ഗായു, ഒരു വാക്ക് നിനക്ക് എന്നോട് പറയാമായിരുന്നു. എങ്കിൽ ഞാൻ നിനക്ക് വേണ്ടി ഒരു കോമാളി ആകില്ലായിരുന്നു. ജോ, നീ എന്തൊക്കെയാണ് ഈ പറയുന്നത്? എനിക്കൊന്നും മനസ്സിലാകുന്നില്ല. നിന്നെ ഞാൻ എപ്പോഴാ കോമാളി ആക്കിയത്? എപ്പോഴാ കൂടെ നിന്ന് പറ്റിച്ചത്? എല്ലാം നിന്നോട് തുറന്നു പറയാൻ ഇരിക്കുമ്പോഴായിരുന്നു ഇന്നിതെല്ലാം സംഭവിച്ചത്. എനിക്കിനി ഒരു വിശദീകരണത്തിൻ്റെയും ആവശ്യമില്ല ഗായു. സഹതാപത്തിൻ്റെ പേരിൽ നിനക്ക് ഉണ്ണിയോട് തോന്നുന്ന ഒരിഷ്ടം അതേ ഉള്ളൂ. ഇന്നല്ലെങ്കിൽ നാളെ നമ്മൾ ഇവിടെ നിന്ന് തിരിച്ചു പോകും. അതറിഞ്ഞു വെച്ചുകൊണ്ട് നീ ഇങ്ങനെ പെരുമാറാൻ പാടില്ലായിരുന്നു. ഒരിക്കലുമല്ല ജോ. എൻ്റെ മനസ്സിൽ ഇപ്പോൾ ഉണ്ണിയേട്ടനൊരു സ്ഥാനം നൽകിയിട്ടുണ്ട്. അത് സഹതാപത്തിൻ്റെ പേരിലല്ല, മനസ്സിൽ തട്ടിക്കൊണ്ട് തന്നെയാണ് ഞാൻ ഈ പറയുന്നത്. എനിക്കിഷ്ടമാണ് ഉണ്ണിയേട്ടനെ. ആരെന്ത് പറഞ്ഞാലും അതിനൊരു മാറ്റം ഉണ്ടാകില്ല. അത് ശരി, അപ്പോൾ നീ എല്ലാ തീരുമാനങ്ങളും എടുത്തു കഴിഞ്ഞല്ലേ? ഇല്ല ജോ, പക്ഷേ ഒന്നെനിക്കറിയാം. ഞാൻ ഇവിടെ നിന്ന് പോയാൽ ചിലപ്പോൾ അത് ഉണ്ണിയേട്ടൻ്റെ ജീവിതത്തെ തന്നെ ബാധിക്കും. വീണ്ടും ചിലപ്പോൾ ഉണ്ണിയേട്ടൻ പഴയ ആ സ്റ്റേജിലേക്ക് പോകാനും സാധ്യതയുണ്ട്. ഓഹോ, എല്ലാം പഠിച്ചു വെച്ചിരിക്കുകയാണല്ലേ അവനെക്കുറിച്ച്? എന്നു മുതൽ തുടങ്ങി നിനക്കവനോട് ഈ ദിവ്യപ്രേമം? അവനെ കാണുന്നതേ നിനക്കിഷ്ടമല്ലല്ലോ. എന്തിനു പറയുന്നു? അവൻ്റെ ആ വിളി പോലും എത്രയോ തവണ നീ അവൻ്റെ മുഖത്ത് നോക്കി പറഞ്ഞിട്ടുണ്ട് വെറുപ്പാണെന്ന്. പിന്നെ എന്നു മുതൽ തുടങ്ങിയിടി ഈ സ്നേഹവും ഇഷ്ടവുമൊക്കെ? അറിയില്ല എന്നു മുതൽ ആണ് എനിക്ക് ഉണ്ണിയേട്ടനോട് അടുപ്പം തോന്നിയതെന്ന്. എനിക്കറിയില്ല. ഒന്നെനിക്കറിയാം, സഹതാപത്തിൻ്റെ പേരിലല്ല എന്ന് മാത്രം. മറ്റൊന്ന്, ആരോ മനസ്സിലിരുന്ന് ഒരു മന്ത്രണം പോലെ പറയുന്നുണ്ടായിരുന്നു. എൻ്റെ സാന്നിധ്യവും ഉണ്ണിയേട്ടനെ മറ്റുള്ളവരെ പോലെ ഒരാൾ ആക്കി മാറ്റിയെടുക്കാൻ കഴിയുമെന്ന്. ഒരു ഉൾശക്തി പോലെ. ഇടയ്ക്കെപ്പോഴോ എൻ്റെ മനസ്സും അറിയാതെ ഉണ്ണിയേട്ടനെ ശ്രദ്ധിക്കാൻ തുടങ്ങി.
എന്നെ കാണുമ്പോൾ ആ കണ്ണുകൾ തിളങ്ങുന്നത്, ചുണ്ടിൽ വിരിയുന്ന കുസൃതിച്ചിരി, എല്ലാത്തിനും പുറമെ ഒരു കുഞ്ഞിൻ്റെ കണക്കെയുള്ള ആ നിഷ്കളങ്കത നിറഞ്ഞ മുഖം. ഇതൊന്നും കണ്ടില്ല എന്ന് നടിക്കാൻ എനിക്കായില്ല. പിന്നീട് എപ്പോഴോ ഞാൻ പോലും അറിയാതെ എൻ്റെ മനസ്സ് ഉണ്ണിയേട്ടനെ ചുറ്റിപ്പറ്റി തിരിയാൻ തുടങ്ങി. ഞാൻ കൂടുതൽ അറിയാൻ ശ്രമിച്ചു. അറിയുന്തോറും അകലാൻ കഴിയാത്ത വിധം എൻ്റെ മനസ്സ് ഉണ്ണിയേട്ടനിലേക്ക് ചേക്കേറാൻ തുടങ്ങി. എൻ്റെ സാമീപ്യം ഉണ്ണിയേട്ടനിൽ മാറ്റങ്ങൾ സൃഷ്ടിക്കാൻ തുടങ്ങിയെന്ന് ഞാൻ മനസ്സിലാക്കാൻ തുടങ്ങിയപ്പോഴാണ് ഞാനും ആ സത്യം മനസ്സിലാക്കിയത്. ഞാൻ ഉണ്ണിയേട്ടനെ സ്നേഹിക്കുന്നു എന്ന സത്യം. ഇനി എനിക്കാവില്ല ജോ. എന്നിൽ നിന്നും ഉണ്ണിയേട്ടനെയും ഏട്ടനിൽ നിന്ന് എന്നെയും തമ്മിൽ അടർത്തി മാറ്റരുത്. ഇപ്പോൾ എന്തിൻ്റെ പേരിൽ ആയാൽ പോലും നിൻ്റെ കൂടെ ഞാൻ വന്നാൽ എന്താ? അവന് ഭ്രാന്ത് കൂടും. ചിലപ്പോൾ കുറച്ച് ദിവസം അവൻ നിന്നെ കാണണമെന്ന് പറഞ്ഞ് വാശി പിടിക്കും. അത്രേ ഉണ്ടാകൂ. ജോ, നീ ഇത്രയും മനസാക്ഷി ഇല്ലാത്തവൻ ആയിപ്പോയോ? അവൻ്റെ വാക്കുകൾ നിറഞ്ഞു നിൽക്കുന്ന പുച്ഛം കാണെ അവൾ അവനോട് ചോദിച്ചു. എനിക്കിത്തിരി മനസാക്ഷി കുറവാണ്. ഇവിടെ ഇപ്പോൾ നിൻ്റെ കാര്യത്തിൽ മാത്രം ഞാൻ സ്വാർത്ഥൻ ആണ്. നിൻ്റെ ജീവിതവും ജീവനുമാണ് എനിക്ക് വലുത്. ഞാൻ അറിയുന്നതും മനസ്സിലാക്കിയതുമായ ജോ ഇങ്ങനെയല്ല. എങ്ങനെ സാധിക്കുന്നു നിനക്കിതുപോലെ സംസാരിക്കാൻ? ചിലതൊക്കെ അറിയുകയും മനസ്സിലാക്കുകയും കൂടിയായാൽ ഇങ്ങനെയുള്ള സംസാരം താനേ വന്നു പോകും. അലസമായി എങ്ങോ നോക്കിക്കൊണ്ടവൻ പറഞ്ഞു. അവൻ്റെ ഓരോ വാക്കുകളിലുമുണ്ട് ഉണ്ണിയോട് നിറഞ്ഞു നിൽക്കുന്ന ദേഷ്യം, പുച്ഛം. അവൾ അറിയുന്നു മനസ്സിലാക്കിയ ജോ. അവൻ ഇങ്ങനെയൊന്നും ആയിരുന്നില്ല. എന്തിനു പറയുന്നു, അവനൊന്ന് ദേഷ്യപ്പെട്ടു സംസാരിക്കുന്നത് പോലും അവൾ കണ്ടിട്ടില്ല. ആ ജോ ആണ് ഇന്ന് അവൾക്ക് അതിശയമായിരുന്നു. അവൻ്റെ ഓരോ വാക്കുകളും പ്രവൃത്തികളും കണ്ണെടുക്കാതെ അവനെ തന്നെ നോക്കി നിൽക്കുന്നവളുടെ മനസ്സ് ആത്മകഥം പോലെ പറഞ്ഞു. നീ ഇപ്പോൾ മനസ്സിൽ ചിന്തിച്ചത് എന്താണെന്ന് എനിക്കറിയാൻ കഴിയും. നിൻ്റെ കാര്യം വരുമ്പോൾ ഞാൻ കുറച്ച് ദേഷ്യപ്പെടും. മാത്രമല്ല എനിക്കിത്തിരി സ്വാർത്ഥതയും കൂടും. ജോ, അതിനിവിടെ സ്വാർത്ഥതയുടെ കാര്യം എന്തിരിക്കുന്നു? ഇത് എൻ്റെ അമ്മയുടെ സ്വന്തം വീട്. ഇവിടെയുള്ളവർ എൻ്റെ ബന്ധുക്കളും. അപ്പോൾ പിന്നെ എൻ്റെ ജീവന് എന്തു കുഴപ്പം ഉണ്ടെന്നാണ് നീ പറയുന്നത്? അവൻ പറഞ്ഞതിൻ്റെ പൊരുൾ മനസ്സിലാവാതെ അവൾ അവനോട് ചോദിച്ചു. സ്വന്തം ബന്ധുക്കൾ, ആ ബന്ധുക്കൾ തന്നെയാണ് ഇപ്പോൾ എന്നെ കൊണ്ടൊന്നും പറയിപ്പിക്കരുത് കായു. പുച്ഛത്തോടെ ചുണ്ടൊരു വശത്തേക്ക് കൂട്ടിക്കൊണ്ടവൻ പറഞ്ഞു. ജോ, ക്ഷമിക്കുന്നതിനും ഒരു പരിധിയൊക്കെയുണ്ട്. ഇവിടെയുള്ളവർ എന്നോടോ നിന്നോടോ എന്തു ചെയ്തെന്നാണ് നീ പറയുന്നത്? ചെയ്തില്ല, ചെയ്യാൻ പോകുന്നതേയുള്ളൂ. വലം കൈയിലെ 2 വിരലുകൾ നെറ്റിന്മേൽക്ക് ഉരസിക്കൊണ്ടവൻ തല താഴ്ത്തി പയ്യെ പറഞ്ഞു. എന്താ ജോ, എന്താ നീ ഇപ്പോൾ പറഞ്ഞത്? അവൻ പയ്യെ പറഞ്ഞതാണെങ്കിലും അവളത് കൃത്യമായി കേട്ടു. എന്തൊക്കെ പറഞ്ഞാലും നാളെ രാവിലെ നമ്മൾ ഇവിടെ നിന്നിറങ്ങുന്നു. ജോയുടെ വാക്കാണ്. ഈ വാക്കിന് ഒരു മാറ്റവുമില്ല. പറഞ്ഞുകൊണ്ടവൻ വാതിൽ തുറന്ന് പുറത്തേക്ക് പോയി. ആ പോക്ക് കണ്ട് എന്തു ചെയ്യണമെന്നറിയാതെ നിസ്സഹായതയോടെ അവളും. തുടരും കഥയുടെ അടുത്ത ഭാഗം.